രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ യുവനടി റിനി ജോർജിന്റെ മൊഴിയെടുത്തു. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. യുവനടിയെ പരാതിക്കാരിയാക്കണോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള ലൈംഗികാരോപണ കേസിൽ ഏതായാലും യുവനടിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ എത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു ഇരകളാക്കപ്പെട്ട യുവതികളെ നേരിൽ കണ്ട് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള കാര്യം. പരാതിയുമായി രംഗത്ത് വരാൻ പലരും ഇപ്പോഴും വൈമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം. കാരണം അവർ അത്രത്തോളം ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു അത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരാൻ കഴിയാത്തവർക്ക് ആ രീതിയിൽ അവർക്ക് അവരുടെ മൊഴി എടുത്തുകൊണ്ട് ആ മൊഴിയെ അടിസ്ഥാനമാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലിപ്പോൾ ഈ യുവനടിയുടെ ഒരു പോസ്റ്റ് തന്നെ സമൂഹ മാധ്യമത്തിൽ വന്നിട്ടുണ്ട്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ ഈ വിഷയത്തിൽ പോരാട്ടം തുടരും എന്നുള്ളതാണ് ആ നടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ നടിയുടെ മൊഴി ലഭിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ അതിൽ നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇതൊരു പരാതിയായി പരിഗണിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് നിയമോപദേശം തേടിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില പെൺകുട്ടികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ വിഷയത്തിലും മൊഴിയെടുത്ത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കാൻ എന്നതിൻ്റെ സാധുതയടക്കം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവനടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിൽ ലഭിക്കുന്ന നിയമോപദേശം എന്താണോ അതിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ലഭിച്ചിട്ടുള്ള ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ, തെളിവ് ശേഖരണം ഇതൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം. ഒപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിച്ച് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ വാട്സാപ്പ്, ടെലഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇതിനകം തന്നെ വിധേയമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം പുറത്തു വന്നിട്ടുള്ള ഫോൺ സംഭാഷണത്തിന്റെ ആധികാരികതയും ഇതിനകം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഈ നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ തുടർ നടപടിയിലേക്ക് കടക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.